പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നമുക്ക് ഒരു പ്രത്യേക പാഠം ചിന്താവിഷയമായി സ്വീകരിക്കാം. ഈ അടുത്തിടെയായി സംസ്കാര ശുശ്രൂഷകളിൽ സംബന്ധിക്കുമ്പോൾ എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു സുപ്രധാന ചിന്തയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ആത്മാവിൻ്റെ ആരോഹണം എന്നാണ്. സംസ്കാരം ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം, ശരീരം വിട്ടുപോകുന്ന ആത്മാവ് ദൈവസന്നിധിയിലേക്ക് ആരോഹണം ചെയ്യുകയാണ് എന്ന പ്രധാനപ്പെട്ട പാഠമാണ്. മൃതശരീരം നമ്മൾ കല്ലറയിലേക്ക് സംസ്കാരത്തിനായി ഇറക്കി വയ്ക്കും. ശരീരം വിട്ട ആത്മാവാകട്ടെ ദൈവസന്നിധിയിലേക്ക് യാത്രയാവുകയായി. നമ്മുടെ ആരാധനയിൽ, സംസ്കാര ശുശ്രൂഷയിൽ ഈ ഒരു അടിസ്ഥാനപരമായ വിശ്വാസം പ്രത്യേകമായി ഊന്നി പറയുന്നുണ്ട്. ഇത് നമുക്ക് വിശേഷാൽ കാണാൻ സാധിക്കുക സംസ്കാര ശുശ്രൂഷയുടെ പള്ളിയിൽ വെച്ചുള്ള ഭാഗം, 4-ാം ശുശ്രൂഷ, ദൈവവചനം വായിച്ചു കഴിഞ്ഞ് ഏവൻഗേലിയോൻ സുവിശേഷ ഭാഗം വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംസ്കാരകർമ്മമാണ് മൃതദേഹത്തിൽ തൈലമൊഴിക്കുകയും മണ്ണിടുകയും ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സങ്കീർത്തനം നമ്മൾ ഉദ്ധരിക്കുന്നുണ്ട്. 122-ാം സങ്കീർത്തനം. 122-ാം സങ്കീർത്തനം 1-ാം വാക്യം തുടങ്ങുകയായി. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഇവിടെ സംസ്കാര ശുശ്രൂഷയുടെ സന്ദർഭത്തിലാണ് 122-ാം സങ്കീർത്തനം ഉദ്ധരിക്കുന്നതെന്ന് ഓർക്കണം. അതിലെ ആദ്യ വാക്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയായി. കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാം, ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷിച്ചു. നമ്മിൽ നിന്ന് വേർപെടുന്ന വിശ്വാസിയോട്, അമ്മയാകട്ടെ അപ്പനാകട്ടെ ഏത് വിശ്വാസിയുമാകട്ടെ, യാത്ര പറയുന്ന, മരണത്തിലൂടെ യാത്ര പറയുന്ന ആ ആൾ നമ്മോട് പറയുകയാ, കുഞ്ഞെ ദുഃഖിക്കണ്ട കേട്ടോ, എനിക്ക് സന്തോഷമാണ്. ദൈവത്തിൻ്റെ മാലാഖമാർ എൻ്റെ അടുക്കൽ വന്നു. നമ്മിൽ നിന്ന് കടന്നുപോയിട്ടുള്ള വിശ്വാസികളായ നമ്മളുടെ വേണ്ടപ്പെട്ട വാങ്ങിപ്പോയവർ, പരേതർ എൻ്റെ അടുക്കൽ വന്നു. മാലാഖമാരും വിശ്വാസികളായ വാങ്ങിപ്പോയവരും പരിശുദ്ധരും എൻ്റെ അടുക്കൽ വന്ന് മന്ത്രിച്ചു, എൻ്റെ ചെകിട്ടിൽ മന്ത്രിച്ചു, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഞാൻ സന്തോഷിച്ചു. നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം. 122-ാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് ആരോഹണ ഗീതം എന്നാണ്. ഈ ആരോഹണ ഗീതം 15 ആരോഹണ ഗീതങ്ങളിൽ ഒന്നാണ്. 120-ാം സങ്കീർത്തനം മുതൽ 134-ാം സങ്കീർത്തനം വരെ 15 സങ്കീർത്തനങ്ങൾക്ക് ആരോഹണ ഗീതം എന്ന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നു. ഗത്സമന തോട്ടം, അത് കഴിഞ്ഞ് കിദ്രോൻ താഴ്വര, കിദ്രോൻ തോട്, ആ തോട് മുറിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ സിയോൻ കുന്നാണ്, മൗണ്ട് സയൺ.
സിയോൻ കുന്നിലേക്ക് കയറിപ്പോകണം, കുന്ന് കയറിപ്പോകണം. ആ കുന്നിൻ്റെ നെറുകയിൽ യെരുശലേം നഗരമുണ്ട്. നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്താണ് യെരുശലേം ദേവാലയം. ഈ യെരുശലേം ദേവാലയത്തിലേക്ക് ഭക്തരായ ആളുകൾ തീർത്ഥയാത്രയായി കയറിപ്പോവുകയാണ്. യെരുശലേം ദേവാലയത്തിൽ ദൈവം കുടികൊള്ളുന്നു. ആ ദൈവവുമായുള്ള സംസർഗത്തിനാണ്, ദൈവസന്നിധിയിൽ നിൽക്കുവാനാണ്, ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും പ്രാർത്ഥിക്കാനുമാണ് വിശ്വാസികളായ ദൈവമക്കൾ സിയോൻ കുന്ന് കയറി യെരുശലേം നഗരത്തിൻ്റെ നെറുകയിലുള്ള ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ഇതുപോലെയാണ് വിശ്വാസികളായി നമ്മിൽ നിന്ന് വാങ്ങിപ്പോകുന്നവരും. അവർ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നു എന്നുള്ള സുപ്രധാനമായ വിശ്വാസമാണ് ഇവിടെ അടിവരയിടുന്നത് എന്ന് നാം പ്രത്യേകം ഓർക്കണം. യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യഥാർത്ഥത്തിൽ നമ്മിൽ നിന്ന് വാങ്ങിപ്പോകുന്നവർ സന്തോഷിക്കുകയാണ്. കാരണം അവർ യഹോവയെ കണ്ടുമുട്ടുന്നതിനായുള്ള യാത്രയിലാണ്. നമുക്കാണ് വേർപാടിൻ്റെ ദുഃഖം, അവർക്കാകട്ടെ ദൈവവുമായുള്ള സംസർഗത്തിൻ്റെ ആനന്ദവും. ഈ ഒരു വലിയ പ്രത്യാശ പുതുക്കണം എല്ലാ സംസ്കാര ശുശ്രൂഷയിലും. ഈ ആരോഹണ ഗീതം നമ്മൾ ചൊല്ലുമ്പോൾ അതിൻ്റെ ആദ്യ വരി നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ വരുന്നത്, ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഇതൊരു കയറ്റമാണ്, ഇതൊരു ആരോഹണമാണ്. ഈ ആരോഹണം ദൈവസന്നിധിയിലേക്കുള്ള ആരോഹണമാണ്. പാതാളത്തിലേക്കല്ല, ഇല്ലായ്മയിലേക്കല്ല, മൗനതയിലേക്കല്ല, ശൂന്യതയിലേക്കുമല്ല, ദൈവസാന്നിധ്യത്തിലേക്കുള്ള കയറ്റമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം, അതുകൊണ്ടാണ് മരണമെന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. വാങ്ങിപ്പോവുക, പരേതരാവുക എന്നാണ്, നിദ്ര പ്രാപിക്കുക എന്നൊക്കെയാണ് നമ്മൾ പ്രത്യേകമായി മരിച്ചു പോകുന്നവരെ സംബന്ധിച്ച് ഉപയോഗിക്കുന്ന വാക്കുകൾ. പരേതർ, നിദ്ര പ്രാപിച്ചവർ, വാങ്ങിപ്പോയവർ എന്നിങ്ങനെ എവിടെയൊക്കെ ദൈവസന്നിധിയിലേക്ക് അവർ കയറിപ്പോവുകയാണ്. ആത്മാവ് കയറിപ്പോവുകയാണ്. മൃതദേഹം നമ്മൾ സംസ്കരിക്കും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ആത്മാവ് ഈ ശരീരവുമായി യോജിച്ച് രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവനെ സ്വീകരിക്കുവാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. എന്നാൽ മരണസന്ദർഭത്തിൽ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് ആരോഹണം ചെയ്യുകയാണ്. ദൈവവുമായി കണ്ടുമുട്ടുന്നതിനുള്ള ആ സന്തോഷത്തിലേക്ക് പോവുകയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മൂന്നാമതൊരു കാര്യം, ഇത് ഒരു തീർത്ഥയാത്രയുടെ ഒരു ഘട്ടമാണ്. തീർത്ഥയാത്ര ദൈവം നിവസിക്കുന്ന ഇടത്തേക്കുള്ള യാത്രയാണ്. അവിടെ ദൈവത്തെ കണ്ടുമുട്ടുന്നതിനുള്ള സന്തോഷകരമായ നിമിഷം കാത്ത് അവർ ദൈവതിരുസന്നിധിയിലേക്ക് കയറിപ്പോവുകയാണ്. അക്കാരണത്താൽ നമ്മളുടെ ജീവിതം ഒരു തീർത്ഥയാത്രയാണ്. ആ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള ജീവിതം മാത്രമല്ല. മരണമാകുമ്പോൾ ആ ജീവിത യാത്രയുടെ, തീർത്ഥയാത്രയുടെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയായി. അങ്ങനെ ജീവിതമാകുന്ന തീർത്ഥയാത്രയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം മരണത്തിലൂടെ നമ്മൾ ഉൾപ്രവേശിച്ച് ദൈവത്തെ കണ്ടുമുട്ടുന്നതിനായി നമ്മൾ യാത്ര തുടരുകയാണ്. സ്നേഹിതരെ, ഇവിടെ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു.
ഒരു വിശ്വാസി ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുന്ന നിമിഷത്തിൽ ആ വിശ്വാസിയെ ഒരുക്കുന്നതിന് മാലാഖമാരും പരിശുദ്ധരും വന്ന് ദേവാലയത്തിലേക്ക്, ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവരെ ബലപ്പെടുത്തുകയാണ്. ഇതൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണെന്ന് അവർ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് സന്തോഷത്തോടെ അവർ നമ്മിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുന്നത്. ഇതൊരു കയറ്റമാണ്. ദിസ് ഈസ് എൻ അസെൻറ്റ് ടു ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവ സാന്നിധ്യത്തിലേക്കുള്ള കയറ്റം. ജീവിതമാകുന്ന തീർത്ഥയാത്രയുടെ സവിശേഷമായ ഏറെ നിറഞ്ഞ ഒരു അവസ്ഥയിലേക്കുള്ള ഉൾപ്രവേശവുമാണ്. കുഞ്ഞുങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ ഈ വിശ്വാസം പുതുക്കണം. സംസ്കാര ശുശ്രൂഷകളിൽ സംബന്ധിക്കുമ്പോൾ, നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ മരണം നമ്മൾ കാണുമ്പോൾ, തീർച്ചയായും നമ്മുടെ വിശ്വാസം ആഴമാക്കാനും പ്രത്യാശയിൽ ഉറയ്ക്കുവാനും ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നു. സംസ്കാരത്തിലെ കർമ്മങ്ങളും ശുശ്രൂഷകളും നമ്മെ ആഹ്വാനം ചെയ്യുന്ന നിമിഷങ്ങളായി നാം കാണേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, തിരിച്ചറിയേണ്ടതാണ്. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാണ്.